ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. ഈ പോർഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരാണ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനും എയുടെയും ബിയുടെയും റിലേഷൻ കണ്ടുപിടിക്കാനും. എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ സെറ്റ് ഓഫ് കെ എക്സ് സ്ക്വയർ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അതായത് എക്സ് 2 കുറവാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കെ എക്സ് സ്ക്വയർ നമ്മൾ പഠിച്ചതാണ്. എക്സിന്റെ വാല്യൂ 2 കൂടുതലാണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആരായിരിക്കും? 3 ആണ്. Find the value of k f of x continues at x is equal to 2. x 2 എന്നാണ്. x 2 ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ k യുടെ വാല്യൂ എത്രയാണ് ചോദിച്ചത്. നമുക്കറിയാലോ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തിനായിരിക്കും? ഈക്വൽ ആണ്. അപ്പോൾ x is equal to 2 എന്ന പോയിന്റിൽ എന്തിനാണ്? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് അറ്റ് x equal to 2 ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തിനായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് x tends to 2 minus f of x equal to limit x tends to 2 plus f of x. ഓക്കെ, അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ ഫംഗ്ഷന്റെ ഈക്വൽ ആണ്. അപ്പോൾ ലിമിറ്റ് x tends to 2 മൈനസ് ലെഫ്റ്റ് ഹാൻഡിൽ ആരാണ് കിടക്കുന്നത്? അതായത് അതെ എക്സിന്റെ വാല്യൂ 2 കുറവാണെങ്കിൽ ഏതാണ് ഫംഗ്ഷൻ? കെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ്. 2 പ്ലസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് 2 കൂടുതലാണ് ഫംഗ്ഷന്റെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ എത്ര? 3. ഓക്കെ, ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാം. 2 എന്ന പോയിന്റിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പോൾ k ഇൻറ്റു 2ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന്റെ ടേംസ് ഒന്നും ഇല്ലല്ലോ. ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ എന്ത് തന്നെയായിരിക്കും? എന്താണോ കോൺസ്റ്റന്റ് അത് തന്നെയായിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ് ടു എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ ഇവിടെ കെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് എക്സിന് സ്ഥാനത്ത് എന്ത് കൊടുത്തു? 2 കൊടുത്തു. കെ ഇൻറ്റു 2ന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ കോൺസ്റ്റന്റ് അതേ കണക്ക് തന്നെ എഴുതാം. അപ്പൊ k ഇൻറ്റു 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. എല്ലാവർക്കും അറിയാം 4 ഈസ് ഈക്വൽ ടു 3. അങ്ങനെ നമുക്ക് k യുടെ വാല്യൂ അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. ഈ 4നെ ഇവിടെ ഗുണിച്ചിരിക്കുന്ന 4 ഈക്വൽ അപ്പുറം പോകുമ്പോൾ എന്തിനാവും? ഡിവൈഡ് ആവും. k ഈസ് ഈക്വൽ ടു എന്തിനാണ്? 3/4. ഇതാണ് ആൻസർ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സാധാരണ ഒരുപാട് തവണ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ നോട്ടും നിങ്ങൾക്ക് അയച്ചു തരും. നമുക്ക് വീണ്ടും ക്വസ്റ്റ്യൻ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് കെ എക്സ് സ്ക്വയർ. എക്സിന്റെ വാല്യൂ 2 കുറവാണ്, 2 അതിനെക്കാട്ടും കുറവാണെങ്കിൽ കെ എക്സ് സ്ക്വയർ ആയിരിക്കും. 2 കൂടുതലാണെങ്കിൽ അതിന് കോൺസ്റ്റന്റ് ആണ്. എന്തിനാണ്? 3 ആണ്. അവർ പറഞ്ഞിട്ടുണ്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഫംഗ്ഷൻ 2 അറ്റ് എക്സ് ഈക്വൽ ടു 2 ഫംഗ്ഷൻ എന്തിനാണ്? കണ്ടിന്യൂസ് ആണ്. അവർ പറയുന്നുണ്ട് എക്സ് ഈക്വൽ ടു 2 ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 എന്ന പോയിന്റിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തിനായിരിക്കും? ഈക്വൽ ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ ലിമിറ്റ് x ടെൻഡ്സ് ടു 2 മൈനസ് f of x ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് ടു 2 പ്ലസ് f of x. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഫംഗ്ഷന്റെ ഇത് ഫംഗ്ഷന്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുമ്പോൾ എത്ര കിട്ടും? kx സ്ക്വയർ അതേ കണക്ക് എഴുതി. റൈറ്റ് ഹാൻഡിൽ ആരാണ് കിടക്കുന്നത്? 3 അതേ കണക്ക് എഴുതി. നമുക്ക് ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ k ഇൻറ്റു 2 സ്ക്വയർ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ x ന്റെ ടേംസ് ഇല്ല. അപ്പോൾ 3 അതേ കണക്ക് എഴുതി. 2ന്റെ സ്ക്വയർ 4 ഇൻറ്റു k. വേണമെങ്കിൽ 4k എന്ന് എഴുതാം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 4k എന്ന് എഴുതാം. k ഈസ് ഈക്വൽ ടു ഇവിടെ 4 അപ്പുറത്തോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3/4. ഓക്കെ, ഇങ്ങനെയാണ് k യുടെ വാല്യൂ. ഇതേ കണക്കൊരു വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നോക്കി, അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തേക്കാം. kx പ്ലസ് 5 അടുത്തത് x മൈനസ് 1. ഓക്കെ, ഇതേ കണക്ക് തന്നെ അതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതേ കണക്ക് എക്സിന്റെ വാല്യൂ 2 കുറവാണെങ്കിൽ കെ എക്സ് പ്ലസ് 5 ആയിരിക്കും. എക്സിന്റെ വാല്യൂ 2 കൂടുതലാണെങ്കിൽ എക്സ് മൈനസ് 1 ആയിരിക്കും. ഇവിടെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ്. ഇവിടെ നമ്മുടെ പോയിന്റ് ഏതായിട്ട് തന്നെ വരും? ആ എക്സ് ഈസ് ഈക്വൽ ടു 2 എന്ന പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പൊ നേരത്തെ ചെയ്താണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഇവിടെയും 2 ആണ്. അപ്പൊ ലിമിറ്റ് x ടെൻഡ്സ് ടു 2 മൈനസ് f of x ഈസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് ടു 2 പ്ലസ് f of x. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പൊ ലിമിറ്റ് x ടെൻഡ്സ് ടു 2 മൈനസ് f of x എന്ന് പറയുമ്പോൾ 2 കുറവാകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കും. ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എത്രയാവും? kx പ്ലസ് 5. ഓക്കെ, റൈറ്റ് ഹാൻഡ് എടുക്കുമ്പോൾ ലിമിറ്റ് x ടെൻഡ്സ് ടു 2 പ്ലസ് റൈറ്റ് ഹാൻഡ് എടുക്കുമ്പോൾ എന്തെടുക്കും? x മൈനസ് 1. നമുക്ക് 2 എന്ന് പറയുന്ന അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ്? k ഇൻറ്റു 2 പ്ലസ് 5
അത് കഴിഞ്ഞു ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ കൊടുക്കാനുള്ള വാല്യൂ ഏത് പോയിന്റിലാണോ കണ്ടിന്യൂസ് ആ വാല്യൂ ആണ് ഇവിടെ കൊടുക്കണം. ലെഫ്റ്റ് ഹാൻഡിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണോ 2 മൈനസ് ഇവിടെ കൊടുക്കുന്നത്. അതേ കണക്ക് ഇവിടെ 2 കൊടുക്കുമ്പോൾ എത്ര 2 മൈനസ് 1. അപ്പൊ k into 2 2k plus 5. ഓക്കെ, അടുത്തത് 2 minus 1 1. അപ്പൊ 2k is equal to 5 അപ്പുറം പോകുമ്പോൾ എത്ര മൈനസ് ആവും, 1 minus 5. അപ്പൊ 2k is equal to minus 4. k is equal to minus 4 by 2 is equal to minus 2. നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. അപ്പോൾ ഏത് 2 എന്ന പോയിന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ kx plus 5, അതിൽ 2 നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 2k plus 5. അപ്പോൾ അടുത്ത റൈറ്റ് ഹാൻഡിൽ ആകുമ്പോൾ x minus 1, അപ്പോൾ 2 minus 1. അപ്പോൾ 2 minus 1 1 ആണ്. ഈ 5 plus 5 അപ്പുറം പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 2k is equal to 1 minus 5. 2k is equal to minus 4. k is equal to minus 4 by 2 is equal to minus 2. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കെയുടെ. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ഞാൻ ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്ന് വിചാരിച്ച് വേണ്ടി ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു ശ്രദ്ധിക്കുക. ഇവിടെ k into x square minus 2 x less than 0. അടുത്തത് cos x x greater than or equal to 0. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലെ ചെറിയൊരു മാറ്റം ഓക്കെ, ഇത് നേരത്തെ കണക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഫംഗ്ഷൻ 0 എന്ന പോയിന്റ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് k f of x is equal to continuous at x is equal to 0. x is equal to 0 എന്ന പോയിന്റിലെ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ് എങ്കിൽ ആരുടെ വാല്യൂ കണ്ടുപിടിക്കുക, k യുടെ വാല്യൂ. ഇപ്പോ x equal to ഇവിടെ കണ്ട പോയിന്റ് ആണെങ്കിൽ ഏത് പോയിന്റിലായിരിക്കും കണ്ടിന്യൂസ്, അവർ പറയുന്നത് ഏത് പോയിന്റിലായിരിക്കും 0 എന്ന പോയിന്റിലായിരിക്കും കണ്ടിന്യൂസ്. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. അപ്പോൾ എന്തിനാണ് f of x കണ്ടിന്യൂസ്, അവർ എന്നെ പറയുന്നുണ്ട് കണ്ടിന്യൂസ് at x is equal to 0. x is equal to 0 എന്ന പോയിന്റിലെ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്താണ്, ലിമിറ്റ് x ടെൻഡ്സ് ടു 0 മൈനസ് കണ്ട 0 ആണ് നമ്മുടെ പോയിന്റ്. f of x is equal to ലിമിറ്റ് x ടെൻഡ്സ് ടു 0 plus f of x. ഓക്കേ, അപ്പോൾ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 മൈനസ് ലെഫ്റ്റ് ഹാൻഡ് എടുക്കുമ്പോൾ ആരെടുക്കും k ഇൻടു ഇതിലാണ് x സ്ക്വയർ മൈനസ് 2. ഓക്കേ, റൈറ്റ് ഹാൻഡ് എടുക്കുമ്പോൾ x tends to 0 plus ആര് cos x. ഇനി നമുക്ക് r അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏത് പോയിന്റിലാണ് കണ്ടിന്യൂസ്, 0 അല്ല കണ്ടിന്യൂസ്. അപ്പോൾ 0 യുടെ ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ k into 0 square minus 2 is equal to റൈറ്റ് ഹാൻഡിൽ cos 0. ഓക്കേ, അങ്ങനെയാണെങ്കിൽ 0 ന്റെ സ്ക്വയർ 0 ആണ്, 0 minus 2. ഓക്കേ, എന്തിനാണ് minus 2. അപ്പോൾ എത്ര k into minus 2. അപ്പോൾ എത്ര cos 0. cos 0 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം 1. ഓക്കേ, അപ്പോൾ എത്ര minus 2k is equal to 1. k is equal to minus 1 by 2. ഓക്കേ, 3 ചോദ്യമാണ് k കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ 3 ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കാം. ഓക്കേ, ഈ ക്വസ്റ്റ്യനിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ തന്നത്. ഈ ക്വസ്റ്റ്യൻ 0യെക്കാട്ടും x 0നെക്കാട്ടും കുറവാണ് ആ ഫംഗ്ഷന്റെ വാല്യൂ k ബ്രാക്കറ്റ് ഓഫ് അതായത് k into x square minus 2. 0യെക്കാട്ടും കൂടുതലാണെങ്കിൽ cos x ആയിരിക്കും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k f of x is continuous at x equal to 0. k യുടെ വാല്യൂ കണ്ടുപിടിക്കുക. f of x എന്ന ഫംഗ്ഷൻ 0 എന്ന പോയിന്റിൽ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ 0 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ആ 0ത്തിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ആ റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും ആ ഫംഗ്ഷൻ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് x tends to 0 minus f of x is equal to ലിമിറ്റ് x into 0 plus f of x. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കൊടുക്കുമ്പോൾ k into x square minus 2 ചെയ്യുന്നു. റൈറ്റ് ഹാൻഡ് ലിമിറ്റിൽ 0നെക്കാളും കൂടുതലാകുമ്പോൾ കിടക്കുന്ന ആരാണ് cos x. x ന് 0 കൊടുക്കുന്നു, 0 square minus 2. ഇവിടെയും 0 കൊടുക്കുന്നു. 0 square ആവുമ്പോൾ 0 ആണ്. 0 minus 2 into k minus 2k. cos 0 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ k യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ -2 അപ്പുറം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആൻസർ -1/2. ഇങ്ങനെയാണ് k യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കേ, അടുത്തത് നമ്മുടെ ഒരു ഇതിൽ നിന്ന് ചോദിക്കാനുള്ള വേറൊരു ടൈപ്പ്. ഓക്കേ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. Find the relationship between a and b. f of x is continuous at 3. 3 എന്ന പോയിന്റിൽ f of x എന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ a യുടെയും b യുടെയും സ്മോൾ ലെറ്റർ a യും b യും
തമ്മിലുള്ള റിലേഷൻ ഇക്വേഷൻ ആണ് ചോദിച്ചത്. അവ തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ പറയുന്നുണ്ട് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് x is equal to 3. x is equal to 3 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതായത് ലിമിറ്റ് x tends to 3 minus f of x is equal to ലിമിറ്റ് x tends to 3 plus f of x. അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. 3 ക്ക് ലെഫ്റ്റ് ആകുമ്പോൾ എന്താണ്? ax plus 1. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആവുമ്പോൾ എന്താണ്? 3നെക്കാട്ടും കൂടുതലാവുമ്പോൾ ആരാണ്? bx plus 3. bx plus 3. ലെഫ്റ്റ് ഹാൻഡ് എടുക്കുമ്പോൾ 3 ലെഫ്റ്റ് 3നെക്കാട്ടും കുറവാകുമ്പോൾ ആരാണ് ഫംഗ്ഷൻ? ax plus 1. 3നെക്കാട്ടും കൂടുതലാകുമ്പോൾ ആരാണ്? bx plus 3. ഞാൻ അപ്ലൈ ചെയ്യുക. x നെ നമ്മൾ 3 എന്ന പോയിന്റിലാണ് കണ്ടിന്യൂസ്. അപ്പോൾ x ന്റെ സ്ഥാനത്ത് 3 കൊടുക്കുക. a into 3 plus 1. അപ്പുറത്ത് b into 3 plus 1. a into 3 3a plus 1 is equal to 3 into b 3b plus 3. ഈ 3b ഇപ്പുറത്തുണ്ടോ? ഈ പ്ലസ് 1 അപ്പുറത്തുണ്ടോ? 3b ഇപ്പുറം വരുമ്പോൾ 3a minus b. ഈ 1 അപ്പുറം പോകുമ്പോൾ നെഗറ്റീവ് ആവും. എത്രയാണ്? 3 minus 1 3a. ഇത് 3 അങ്ങ് നമുക്ക് എന്ത് ചെയ്യാം? കോമൺ എടുക്കാം. 3 into a minus b is equal to 2. ഇനി വേണം 3നെ അങ്ങ് അപ്പുറത്തുണ്ടോ? a minus b equal to 2/3. ഇതാണ് റിലേഷൻ. ഇത് എഴുതിയാലും ശരിയാണ്, ഇത് എഴുതിയാലും ശരി. എയും ബിയും. അത് a യിൽ നിന്നും b കുറച്ചാൽ എത്ര കിട്ടും? 2/3 കിട്ടും. ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ 3 into a minus b is 2 ആണ്. ഒന്നുകൂടെ പറയാം. a b എന്നുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഫംഗ്ഷൻ x is equal to 3 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നേരത്തെ കണക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആക്കി വെക്കുക. അപ്പോൾ 3 മൈനസിലും 3 പ്ലസിലും. അപ്പോൾ 3 മൈനസ് ആവുമ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ കൊടുക്കുന്നു. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആവുമ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ കൊടുക്കുന്നു. അവിടെ x ന്റെ സ്ഥാനത്ത് നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് വേണ്ട a b റിലേഷൻ ആണ്. ആ 3b നെ ഇപ്പുറം കൊണ്ടുവരുന്നു, 1നെ അപ്പുറത്തും കൊണ്ടുവരുന്നു. അപ്പോൾ 3a minus 3b is equal to 3 minus 1 is equal to 2. 3 into a minus b is equal to 2. a minus b is equal to 2/3. സാധാരണ ഇങ്ങനെയാണ് നമ്മൾ എയും ബി എന്നുള്ള റിലേഷനുള്ള ക്വസ്റ്റ്യൻ എല്ലാം ഇന്നലെ ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച അതേ രീതിയിൽ തന്നെയാണ് പ്രൊസീജിയർ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഏത് പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ആ പർട്ടിക്കുലർ പോയിന്റിലെ ഫംഗ്ഷൻ ഈക്വൽ ആയിരിക്കണം. അത് വെച്ച് നമുക്ക് കെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇവിടെ എയും ബി തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം.